ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സഭാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. ഈശോ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ആ 12 സ്ത്രീഹന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമ, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവോസ്, കാനാൻകാരൻ ശിമിയോൻ, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദോസ് കറിയാത്ത. ഈ 12 പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി: നിങ്ങൾ ജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യും. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുകയും നിങ്ങൾ അരപ്പട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വേൾഡ് വൊക്കേഷൻ ഡേയിൽ നമ്മളിപ്പോൾ വായിച്ച കേട്ട വചനഭാഗം Gospel of St. Matthew chapter 10 verse 1 to 9. ഒരു മനുഷ്യൻ്റെ ദൈവവിളി അല്ലെങ്കിൽ അവൻ്റെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള വിളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈശോ അവന് നൽകുന്ന ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള നിർവചനങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്ന പല അവസ്ഥകളിൽ പോലെ അവരായിരുന്നു. So Jesus called them from different culture, different family, different profession and different family background and life situations. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും വെച്ചില്ല. അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഈശോ പോകും വഴി ആരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്തില്ല. തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടാണ്. കാരണം അവൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. അവൻ ഇഷ്ടപ്പെട്ട എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു. തൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള, ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള അവകാശം, ഈശോയെ ഇഷ്ടപ്പെട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവകാശം ഈശോ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതാണ് ദിസ് വൊക്കേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എല്ലാവർക്കും ഈശോയുടെ ശിഷ്യന്മാരാകാനുള്ള അവകാശമുണ്ട്. അതാണ് ഈശോ എല്ലാവരെയും പല ദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല ജീവിത സാഹചര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത്. സോ ഈച്ച് വൺ ഈസ് കോൾഡ്, ദാറ്റ് റെപ്രസെൻറ്റ്സ്, ഈച്ച് വൺ ഈസ് കോൾഡ് ടു ബി ഹിസ് ഫോളോവർ ആൻഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ. അതിനുശേഷം ഈശോ അവർക്ക് പല ദേശങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ജീവിത ദൗത്യവും പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശ്യവും ലക്ഷ്യവുമെല്ലാം ഒന്നാണ്. നിങ്ങൾ പോയി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുന്നു. There is nothing to do, only preach that the kingdom of God is near. സ്വർഗരാജ്യത്തെക്കുറിച്ച് മാത്രം പ്രഘോഷിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുക. അതാണ് നമ്മുടെയും ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ഭൂമിയിൽ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പകർന്നു കൊടുത്തുകൊണ്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദകർ എന്ന നിലയിൽ ഇവിടെ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നും അങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്നുമാണ്
ഈശോ ഈ പറയുന്ന ഈ ദൈവവിളിയുടെ ആ ഒരു യഥാർത്ഥ മഹിമയും യഥാർത്ഥ ഒരു അർത്ഥവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവവിളിയുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവിളികൾ ഉയർന്നു വരുന്നു. അതിനുശേഷം സ്വർഗരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഈശോ ഈ ഒരു ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അധികാരം നൽകിയിട്ടുണ്ട്. ഈശോയുടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ 12 സ്ലേഖന്മാർക്ക് ഈശോ കൊടുത്ത ദാനങ്ങള്, വരങ്ങള്, പവർ എല്ലാം ഈ സെയിം. അവരുടെ സ്വഭാവത്തിൽ വ്യത്യസ്തരായിരുന്നു, പല കാര്യങ്ങളിൽ വ്യത്യസ്തരായിരുന്നു. അവസാന നിമിഷം വരെ ഈശോ പറഞ്ഞൊന്നും മനസ്സിലാകാത്തവരുണ്ടായിരുന്നു. ബട്ട് ജീസസ് ഹാസ് ഗിവൺ ദം ദ സെയിം റൈറ്റ്, ദ സെയിം പവർ, the same responsibility, the same duty. രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റി, ഈക്വൽ പവർ. വീണ്ടും ഈശോ അവരോട് പറയുന്ന പ്രകാരം ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയക്കാം. ഐ എം ഗോയിങ് ടു സെൻഡ് യു ഇൻ ദ വേൾഡ്. ഐ ചോസ് യു ഫ്രം ദ വേൾഡ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്. അത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് അങ്ങനെ ഫലവത്തായി തീരുന്നതിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് നോട്ട് യു ചൂസ് മീ ബട്ട് ഐ ചോസ് യു. ഗോ ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്, ബി ഫ്രൂട്ട്ഫുൾ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഈശോ നമ്മളിൽ നിന്ന് ഈ ഫലം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈശോ പറയുകയാണ്, ഐ എം ഗോയിങ് ടു സെൻഡ് യു ഇൻ ദ വേൾഡ്, സോ ബി കെയർഫുൾ. നിങ്ങൾ അങ്ങ് പോയി വചനം പ്രഘോഷിക്കുമ്പോൾ, സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ സകല ഞെരുക്കങ്ങളും പീഡകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ സാത്താന്റെ എല്ലാവിധ തന്ത്രങ്ങളും നിങ്ങളെ നോക്കിയിരിപ്പുണ്ട്. സ്വർഗരാജ്യം പണിയുന്നതിനായി സാത്താന്റെ എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ വേൾഡ് പവേഴ്സും നിങ്ങൾക്കെതിരെ നിൽപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ പോകും വഴി നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഒരു ദിസ് വൊക്കേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ദാനമായി കിട്ടിയ വിളിയിലാണ് ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളത്. നിങ്ങൾ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. Unless and until you are chosen by the God, you cannot come to me. You should be attracted by God, then only you can come to me. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങൾക്ക് എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കത്തില്ല. ഒരു ഈശോയുടെ ശിഷ്യനായി തീരണമെങ്കിൽ, ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ, ഈശോയെ അറിയണമെങ്കിൽ നീ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. ഒരു കാര്യത്തെക്കുറിച്ച് ഇഷ്ടം തോന്നിയാൽ, ഒരാളെക്കുറിച്ച് ഇഷ്ടം തോന്നിയാൽ, ഒന്നിനോട് ആകർഷണം തോന്നിയാൽ, ഒന്നിൽ അർത്ഥമുണ്ടെന്ന് തോന്നിയാൽ, ഒന്നിൽ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയുള്ളൂ. സോ ഐ ആം കോൾഡ് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് ഐ ആം അട്രാക്റ്റഡ് ഓൺലി ആൻഡ് ബൈ ഹിം, ദ ഹെവൻലി ഫാദർ. അപ്പം ആ പിതാവായ ദൈവവുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മീയ ബന്ധം ഈ ലോകത്തിലുള്ള ഒന്നിനും എന്നെ സന്തോഷിപ്പിക്കുവാനോ സമാധാനിപ്പിക്കുവാനോ സാന്ത്വനപ്പെടുത്തുവാനോ എൻ്റെ നിലനിൽപ്പിന് എന്നെ സഹായിക്കാനോ സാധിക്കത്തില്ല. പക്ഷേ മറ്റെന്തിലും, ലോകത്തിലുള്ള എന്ത് തന്നാലും കണ്ടെത്താത്ത ഒരു സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും ഞാൻ ഈശോയിൽ, പിതാവായ ദൈവത്തിൽ കാണുന്നു. ഐ ഫൗണ്ട് ആൻ ഇന്നർ ജോയ് ആൻഡ് ഹാപ്പിനെസ് ഇൻ മൈ ജീസസ്, ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹു ഹാസ് കോൾഡ് ടു മീ ടു ഫോളോ ഹിം. അതാണ് എല്ലാ ദൈവവിളികളുടെയും ആന്തരികമായിട്ടുള്ള ഒരു ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്. പൗരോഹിത്യ ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് ആ ഈശോയിൽ ഞാൻ കണ്ടെത്തുന്ന എൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, എല്ലാ മഹാമാരി എന്തിലും ഞാൻ കണ്ടെത്തുന്ന ഒരു ആത്മീയ സന്തോഷം, ഒരു സുഖം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആ ഈശോ തന്നെ സന്തോഷം വേറെ എന്തിലും കണ്ടെത്താൻ പറ്റുന്നതിനപ്പുറത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സന്തോഷവും സമാധാനവും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യനെന്ന നിലയിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലയിൽ ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈശോനെ താങ്ങി നിർത്തുന്നു, ഈശോനെ സമാധാനിപ്പിക്കുന്നു, ഈശോനെ സ്വാന്തനപ്പെടുത്തുന്നു, അവനെ നയിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു.
ലോകം മുഴുവനും, ലോകത്തിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളും എനിക്കെതിരെ നിന്നാലും ഒറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ആത്മീയ ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ അടുപ്പം, അവനുമായിട്ടുള്ള എൻ്റെ ഒട്ടിനിൽപ്പ്, അവൻ എൻ്റെ നാഥനും രക്ഷകനുമാണെന്നുള്ള എൻ്റെ വിശ്വാസ ബോധ്യം, അവൻ എന്നെ തെരഞ്ഞെടുത്ത് പല കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ദൗത്യം ഒരു തിന്മയുടെ ശക്തിയെയും ഒരു വ്യക്തിയെയും ഒരു കാര്യത്തെയും എന്നെ അവനിൽ നിന്ന് അകറ്റുകയോ ഭയപ്പെടുത്തുകയോ ഇല്ല. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിത വിളിയുടെ രഹസ്യവും ലക്ഷ്യവും. പ്രിയപ്പെട്ടവരെ, അവസാനം ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരെ, പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ഈശോയെ സ്നേഹിക്കുന്നവരെ, ഈശോന്റെ നാമലക്ഷണമായി കരുതുന്നവരെ, സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. You should be prudent like serpents and calm and quiet like dogs. പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. ആ ജീവിതത്തിൻ്റെ അത് തന്നെയാണ്. Vigilant and careful like a serpent or snake, and be innocent and be so peaceful and give that peacefulness and joy to others. പ്രാവുകളെ പോലെ ഒരു നിഷ്കളങ്കതയുള്ള ഒരു ഹൃദയമുള്ളവരായിരിക്കും. എങ്കിൽ മാത്രമേ ഈ ജീവിതവിളിയിൽ നമുക്ക് 100% വിശ്വസ്തതയും ആ ഒരു ജീവിത വിളി കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കത്തുള്ളൂ. സോ ലെറ്റ്സ് പ്രേ ഫോർ ഒക്കേഷൻ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ കുടുംബ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, മാതാപിതാക്കന്മാരുടെ ജീവിതവും അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും ലക്ഷ്യവും കണ്ട് മക്കൾക്ക് ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി, ഒരു ഇടവകയുടെ ജീവിത സാഹചര്യങ്ങൾ അവിടെ നിന്നുണ്ടാകുന്ന ദൈവവിളികളുണ്ട്, അനേകം ദൈവവിളികൾ പ്രചോദനം ലഭിക്കുവാൻ വേണ്ടി, ഒരു രൂപതയിലുള്ള നല്ല വൈദികരെയും സമർപ്പിതരെയും രൂപതയ്ക്കുണ്ടാകുന്ന പുതിയ ദൈവവിളിയെ കണ്ട് അനേകം ദൈവവിളിയിൽ ആകർഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രൂപതയിലെ ഒക്കേഷൻ ഡയറക്ടർ എന്ന നിലയിൽ I request to all of you to pray for the seminarians of Hawaii Paki. ഇന്നത്തെ കാലത്ത് നല്ല മച്ചുറായിട്ടുള്ള, നല്ല ബോധ്യത്തോടെയുള്ള ദൈവവിളികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രൂപതയ്ക്കും മറ്റു സ്ഥലങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം എന്തൊക്കെ പ്രതിസന്ധിയിലൂടെയും, എന്തൊക്കെ തിന്മയുടെ സാഹചര്യത്തിലൂടെ, എന്തൊക്കെ പ്രലോഭനങ്ങളിലൂടെയും, എന്തൊക്കെ സഭയിൽ നിന്നോ സന്യസ്തരിൽ നിന്നോ സ്വാർത്ഥരിൽ നിന്നോ എന്തൊക്കെ ദുർമാതൃകകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതിന് കാരണമായിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ സഭയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവിളികൾ അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതിന് കൂടുതൽ നിറവുണ്ടായിട്ടുണ്ട്, അതിന് കൂടുതൽ തീക്ഷ്ണതയും ഊഷ്മളതയും ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ ദൃഢത ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ ഊന്നി പറയുകയാണ്. Getting from the feedback of the seminarians. So let's pray. ദൈവവിളി ഒരിക്കലും അവസാനിക്കുകയില്ല. പൗരോഹിത്യം സഭ ഈശോയുടെ 2ാം വരവ് വരെ ഉണ്ടാകുമെന്ന് ഉള്ള ഈശോ നൽകുന്ന വാഗ്ദാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ സഭ പണിത കർത്താവ്, പരിശുദ്ധാത്മാവിനെ സഭയുടെ പാലകനായി നിയമിച്ചു തന്നിരിക്കുന്ന കർത്താവ്, നിങ്ങൾക്ക് ആശ്വാസകനായ ശക്തിയായി കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന ഉചിതനായ ക്രിസ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് സമാധാനം നൽകിയിരിക്കുന്ന ക്രിസ്തു, അവൻ വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നവരെ ആ 2ാം വരവരെ സഭയും പൗരോഹിത്യവും സഭയുടെ എല്ലാ കൂദാശകളും സഭയുടെ അധികാര ശ്രേണിയും അല്ലെങ്കിൽ സഭയുടെ ശ്ലൈഹിക പാരമ്പര്യ ആ ഒരു ശ്രേണിയും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ദൈവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.